നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സാലഡാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. സാലഡ് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് ക്യാരറ്റ്സ്, ബ്രോക്കലി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ ഒരു ഗ്രീൻ ആപ്പിൾ സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റിലേ കട്ട് ചെയ്തിടുന്നുള്ളൂ. പിന്നെ 2 ചെറിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ബോക് ചോയ്, അത് ഇങ്ങനെ 2 പാർട്ടായിട്ട് കട്ട് ചെയ്തത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്തതെന്നുള്ളത്. പിന്നെ ഒരു സുക്കീനി, അതും കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്തതെന്നുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് മഷ്റൂംസ് ആണ്. ഇതിൽ ഈ വെജിറ്റബിൾസ് തന്നെ ചേർക്കണമെന്നില്ല, ഹെൽത്തി ആയിട്ടുള്ള വേറെ വെജിറ്റബിൾസും ചേർക്കാം. പിന്നെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല എത്ര വെജിറ്റബിൾസ് ചേർക്കണമെന്നുള്ളതിന്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ആവശ്യാനുസരണവും മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ്. ഹെൽത്തി ഓയിൽ ആയതുകൊണ്ടാണ് ഒലീവ് ഓയിൽ എടുത്തത്. അതില്ലെങ്കിൽ ബട്ടറോ സൺഫ്ലവർ ഓയിലോ ചേർത്താലും മതി. പിന്നെ സാലഡ് ഡ്രസ്സിങ്ങിനായിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് 1 ലെമണിൻ്റെ ജ്യൂസാണ്. ഇതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് മൊത്തം ചിലപ്പം വേണ്ടി വരില്ല, അത് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ കുറച്ച് ലെറ്റ്യൂസും കൂടി ചേർക്കുന്നുണ്ട്. ഇനിയും ബോക് ചോയും സുക്കീനിയും ഒക്കെ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇത് ബോക് ചോയ് അല്ലെങ്കിൽ പാക് ചോയ് എന്ന് പറയും. നാട്ടിലും ഇതൊക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ലീഫ് ഇങ്ങനെ അടർത്തിയെടുക്കാം. നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും നല്ലതുപോലെ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വൈറ്റ് കളറായിട്ടുള്ള പാർട്ട്, അതായത് കുറച്ച് കട്ടിയുള്ള ഭാഗമാണ്, അത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിലൊക്കെ മതിയാകും. പിന്നെ ഈ ഗ്രീൻ കളർ പാർട്ട് വേറെ കട്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെയാണിത് കട്ട് ചെയ്തത്. ഇത് സുക്കീനി അല്ലെങ്കിൽ കോഷറ്റ് എന്ന് പറയും. ഇത് കുക്കുംബറിൻ്റെ ഒക്കെ കൂട്ടിയിരിക്കുന്നതാണ്. ഇതേപോലെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. പിന്നെ മഷ്റൂം, അത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതേപോലെ അങ്ങ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി സാലഡ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ വെച്ചു. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ക്യാരറ്റ്സ് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതൊന്നും ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം അതിലോട്ട് സുക്കീനി ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ വെജിറ്റബിൾസിൻ്റെയും വേവിൻ്റെ അനുസരിച്ചാണ് കേട്ടോ ഇതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ബോക് ചോയുടെ ആ വൈറ്റ് പാർട്ടില്ലേ, അതും ബ്രോക്കലിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മഷ്റൂം ഇടാം. അടുത്തത് ക്യാപ്സിക്കം ആൻഡ് ബോക് ചോയുടെ ആ ഗ്രീൻ പാർട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഓരോ വെജിറ്റബിൾസും ഇട്ടതിന് ശേഷം 1 മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടുത്തത് ഇടാം. അല്ലാതെ ഒരുപാട് ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കഴിക്കുമ്പോൾ ആ ഒരു ക്രഞ്ചി എഫക്റ്റ് നഷ്ടമാകാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ലെറ്റ്യൂസും ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്തതും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ആ സാലഡ് ഡ്രസ്സിങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഇതിൽ പൊമഗ്രാനേറ്റ് ആഡ് ചെയ്യാം. കുറച്ച് മധുരം വേണമെങ്കിൽ ഹണി, അതായത് തേൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ മാറ്റം വരുത്താം. ഇതിനി വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം.
അപ്പം എന്താ ഈ സാലഡ് റെഡി ആയി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സാലഡാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്